ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആദർശിൻ്റെയും നയനയുടെയും അതുപോലെ ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും കഥയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും വരാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചാനൽ ഈ കഥകളിലൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് സബ്സ്ക്രൈബായും ലൈക്കായും കമൻറ്റായും രേഖപ്പെടുത്തുക. അപ്പോൾ നാളത്തെ ഗൗതമിൻ്റെയും അളകനന്ദയുടെ കഥയിൽ നിന്ന് പറഞ്ഞാൽ വളരെ രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയാണ് കഥ ഇപ്പോൾ പോകുന്നത്. എന്തായാലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങളിലൂടെയൊക്കെ കഥ പോയി. അപ്പോൾ പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് വേദനയും ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെ കഥ പോകുന്നു. എന്നാൽ പിങ്കിയുടെ ചില തന്ത്രപരമാകുന്ന നീക്കങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അല്പം ദേഷ്യമുണ്ടാകുന്നുണ്ട്. എന്നാൽ അതെല്ലാം സന്തോഷപൂർണ്ണമായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. നാളത്തെ വിശേഷം എന്ന് പറയുന്നതും അതുതന്നെയാണ്. പിങ്കിയുടെയും ഗിരിജിയുടെയും തന്ത്രപരമാകുന്ന നീക്കം. എങ്ങനെയെങ്കിലും ഗൗതമും നന്ദയും നാണം കെടണം, അല്ലെങ്കിൽ പിങ്കി എന്ത് തെറ്റ് ചെയ്താലും എന്തൊക്കെ വൃത്തികേട് കാണിച്ചാലും അതിന് സൈഡ് പിടിക്കുവാൻ അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ നന്ദയ്ക്കും ഗൗതമിനും കഴിയുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസം കൊണ്ടാണ് ചില നെറുകെട്ട പരിപാടികളൊക്കെ നാളത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത്. കാരണം പോലീസുകാരനെ ആക്രമിക്കുകയൊക്കെ ചെയ്തത് ഒരിക്കലും നിയമപരമായി അത് തെറ്റ് തന്നെയാണ്. എങ്കിൽ പിങ്കിക്കറിയാം ഇവിടെ നിന്ന് രക്ഷിക്കുവാൻ താനിപ്പോൾ എന്ത് നിയമവിരുദ്ധമായിട്ട് ചെയ്താലും അവിടെ നിന്നൊക്കെ രക്ഷിക്കുവാൻ ഗൗതം വരും എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് നിയമപാലകനെതിരെ നിയമപാലകനെ കയ്യേറ്റം ചെയ്യുകയും അങ്ങനെ ഒടുവിൽ വനിതാ പോലീസ് വരികയും പിങ്കിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണോ. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാലും അത് പിങ്കിയുടെ ഔദാര്യത്തിൽ പോയതുപോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകല്ലേ. അങ്ങനെയാണ് കഥ വരുന്നത്. പിങ്കി, നിങ്ങൾ എന്നെ പിടിച്ചു വലിച്ചൊന്നും കേട്ടണ്ട, ഞാൻ വന്നോളാം. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് എന്നെ ചോദ്യം ചെയ്തോ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ ഇവിടെ നിന്നുള്ള ഒരു അതിക്രമമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് പിങ്കി സ്വമേധ ആ പോലീസ് വാഹനത്തിൽ കയറി പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നു. പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പോലീസുകാരൻ അതിരൂക്ഷമായി പിങ്കിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം തൊട്ട് പുറകെ തന്നെ ഗിരിജ ഒരു വാഹനവുമൊക്കെ ആയിട്ട് പാഞ്ഞു വരിക. ഗിരിജ പോകുന്ന പോക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഗൗതമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗൗതമും അവിടെ നാളത്തെ എപ്പിസോഡിൽ എത്തുന്ന ഒരു ഭാഗമാണ്. ഗൗതം മാത്രമല്ല, നന്ദയും നാളത്തെ എപ്പിസോഡിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. വളരെ നാണം കെട്ടുന്ന രീതിയിലാണ് ഗൗതമും നന്ദയും അവിടെ നിൽക്കുന്നത്. തൻ്റെ കീഴുദ്യോഗസ്ഥരുടെ മുൻപിൽ ഒരുപാട് എളിഫിനായി നിൽക്കുന്ന ഗൗതമിനെയും നന്ദയുടെ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിങ്കിയുടെ നെറുകെട്ട ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ നാണം കെടുത്ത് കുടുംബത്തിൻ്റെ മാനം കളയുന്ന ചില പ്രവൃത്തികൾ ഗൗതമിനും നന്ദയ്ക്കും ഒരിക്കലും താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എങ്കിലും പിങ്കിയെ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കാതിരിക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഗൗതമിനും നന്ദയ്ക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ഗൗതമും നന്ദയും അങ്ങനെ ഒന്ന് കറങ്ങി നടക്കുവാൻ, കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കറങ്ങി എൻജോയ് ചെയ്തൊരു ഹണിമൂൺ പോലെ ഒന്ന് കറങ്ങാമെന്നൊക്കെ ഓർത്ത് പോയതാണ്. ആ സമയത്താണ് ഫോൺ കോൾ വരുന്നത്. ഇതുപോലെ ഗൗതം സാറിൻ്റെ അനിയത്തിയാണ് എന്നും പറഞ്ഞൊരു പെൺകുട്ടീനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പോലീസുകാരനെ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരനെ അതിക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്താണ് സാർ ഞങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് തന്നെ കീഴുദ്യോഗസ്ഥരൊക്കെ SI ഒക്കെ വിളിക്കുക. അപ്പോൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു പിങ്കി അല്ലെങ്കിൽ പ്രിയംവദ എന്നാണ് പേര് എന്ന് പറയുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഗിരിജ വരുന്നുണ്ട്. ഗിരിജ വന്നിട്ട് പറയുന്നുണ്ട് SIയോട് സാറേ ഉപദ്രവിക്കൊന്നും ചെയ്യില്ല. അപ്പം ആദ്യ ഭാഗങ്ങളിൽ പിങ്കി ആ പോലീസ് സ്റ്റേഷൻ ചെന്നത് അല്പം പരാക്രമങ്ങളൊക്കെ പോലീസുകാരുടെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വെറുതെ വിടുമോ? അത് ചില നല്ല മറുപടിയും അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് പിങ്കിനെ. അപ്പം പിങ്കി എതിർത്ത് നിൽക്കുവാൻ ശ്രമിക്കുന്നെങ്കിലും പെട്ടെന്ന് ഗിരിജ വന്ന് പറയാം, സാറേ അവളെ ഉപദ്രവിക്കില്ല, അവൾ നിങ്ങളുടെയൊക്കെ മേലുദ്യോഗസ്ഥനായ ACPയുടെ അനിയത്തിയാണ്, ഇപ്പോൾ നിലവിൽ ഇവൾ ഗർഭിണിയാണ്, ചില അബദ്ധം പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞപ്പോഴും ഈ SIക്ക് അങ്ങ് സംശയം തോന്നി. എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറയുക, ഒന്ന് പേടിപ്പിച്ചിട്ട് നേരെ ഗൗതമിനെ വിളിക്കുകയാണ്. ഗൗതം സാറിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ പ്രിയമത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്, അവൾ ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരെ ആക്രമിച്ചെന്നൊക്കെ പറയാം. ഈ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സകല പ്രതീക്ഷ നന്ദയുമായിട്ട് ചുറ്റിക്കിറങ്ങാൻ പോയ ആ
പ്രോഗ്രാം അവിടെ ക്യാൻസലാക്കി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കണ്ട കാഴ്ച നന്ദേനെയും ഗൗതമിനെയും അമ്പരപ്പിച്ച് കളയുന്ന ഭാഗമാണ്. ഒരു കൂസലുമില്ലാതെ പോലീസുകാരെ ആക്രമിച്ചിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ പിങ്കി അവിടെ ചങ്കം മരിച്ച് നിൽക്കുന്ന കണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഗൗതം അന്വേഷിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗൗതം മാത്രമല്ല നന്ദയുമുണ്ട്. നന്ദയ്ക്ക് ഒരു ചെറിയൊരു താല്പര്യമുണ്ട് നാളത്തെ എപ്പിസോഡിൽ കാണുമ്പം പിങ്കിക്കിട്ട് രണ്ടെണ്ണം കൊടുത്താൽ കൊള്ളായിരുന്നൊക്കെ. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒടുവിൽ SIയോട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് ഒന്ന് കേസാക്കണ്ട, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് പിങ്കിനെയും ഗിരിജനെയും അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. മാത്രമല്ല ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന നന്ദേനെ നമുക്ക് കാണാം. പിങ്കിയുടെ തോന്നിവാസം ഇന്ദീവരം തറവാട്ടിൽ ഏട്ടത്തിയോടും അതുപോലെ കുടുംബത്തെ മൊത്തം വിളിച്ചു പറയുകയും പിങ്കി ചെയ്തത് മഹാ തെറ്റാണ്, തൻ്റെ കീഴുദ്യോഗസ്ഥരുടെ മുൻപിൽ ഗൗതം സാർ മാനം കെട്ടുപോയി, പിങ്കിയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിച്ച് പിങ്കിനെ ചോദ്യം ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്നാൽ പിങ്കി അവിടെ നന്ദയുടെ ചോദ്യത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും പിങ്കിയെ രക്ഷിച്ചുകൊണ്ട് നന്ദയും ഗൗതമും ഇന്ദീവരത്തേക്ക് മടങ്ങിപ്പോകുന്ന ഈ സമയത്ത് പിങ്കിയോട് കൂടുതൽ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഗൗതമും നന്ദയും കൂടുതലായിട്ട് ചോദിക്കുമ്പോൾ അതിനൊക്കെ മുട്ടായിത്തി പറയുന്ന ഒരു സ്വഭാവമാണ് പിങ്കിയിൽ നിന്ന് കാണുന്നത്. എന്തായാലും ഇന്ദീവരത്ത് എത്തുന്നതോടുകൂടി ഏട്ടത്തിയുടെ മുൻപിൽ തകർന്നു പോകുന്ന പിങ്കിനെയും ഗിരിജനെയുമാണ് കാണുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ആ ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. ഗിരിജനെയും നന്ദനെയും പിങ്കിനെയും രക്ഷിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ നാളത്തെ റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ വരുന്നതായിരിക്കും. അപ്പം റിയൽ വിശേഷം കാണാൻ നിങ്ങൾ മറക്കല്ല്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ റിയൽ വിശേഷവും പ്രൊമോ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.